ഓണത്തിന് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. കുമ്പളങ്ങ പുളിശ്ശേരിയാണ്. കുമ്പളങ്ങ പുളിശ്ശേരി ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനൊരു ചട്ടിയിലേക്ക് 200 ഗ്രാം അളവിലുള്ള കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/4 സ്പൂൺ അളവിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അതൊന്ന് വേകട്ടെ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം ഇതിന് നന്നായിട്ട് തേങ്ങ ചേർക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ നമ്മുടെ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 കഷ്ണം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റ് വേണം ഇതൊന്ന് നന്നായി വെന്തുടയാൻ വേണ്ടി. അപ്പം ഞാനിനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം നേന്ത്രപ്പഴം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് പെട്ടെന്ന്, ആ നേന്ത്രപ്പഴം ചേർക്കുമ്പോൾ അറിയാമല്ലോ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ അത് രണ്ടും നന്നായി വെന്ത് ഒരുവിധം നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഈ അരപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചതിന് ശേഷം നമുക്കിനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ട തൈര് ഉടച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്കപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ചെറിയ മധുരവും പുളിയും അതോടൊപ്പം തന്നെ എരിവും എല്ലാം ഒരേ രീതിയിൽ നിൽക്കുന്ന വിധത്തിലാണ് ഞാൻ ഈ പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് ഇപ്രാവശ്യം ഓണത്തിന് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു.